കോമ്പാക്ട് ഫ്ലാഗ്ഷിപ്പ് മൊബൈൽസിനെല്ലാം വംശനാശം സംഭവിച്ചു എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്താണ് വിവോ നോട്ട് 8 എന്ന് പറഞ്ഞ് വിവോ X200 FE ലോഞ്ച് ചെയ്തിട്ടുള്ളത്. മറ്റ് ഫ്ലാഗ്ഷിപ്പ് കോമ്പാക്ട് മൊബൈൽസിനെ പോലെ സൈസും കുറച്ച് പവറും കുറച്ചിട്ടുള്ള ഒരു മൊബൈലല്ല, ഇതൊരു പവർഫുൾ ബീസ്റ്റ് ആണ് എന്നാണ് അവർ ക്ലെയിം ചെയ്യുന്നത്. സോ ഇത് ജസ്റ്റ് ഒരു ഡയലോഗ് ആണോ അതോ ഇതെല്ലാം ഉള്ളതാണോ എന്നൊക്കെ നമുക്ക് ഈ ഷോർട്ട് റിവ്യൂയിലൂടെ കാണാം. അതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസ് റെഗുലർ ആയിട്ട് നിങ്ങളുടെ കയ്യിൽ എത്തിച്ചുള്ളൂ. ബിഫോർ ദാറ്റ് ലൈക്ക് അവർ വീഡിയോ ടു. സോ ഞാൻ അക്കു, വെൽക്കം ടു അക്കൂസ് വ്യൂ. ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ ഒരു ക്ലീൻ ആൻഡ് പ്രീമിയം ലുക്കാണ് ഈ ഒരു മൊബൈൽ തരുന്നത്. അതുപോലെ ഒരു ഐ കാച്ചിങ് ഡിസൈൻ കൂടെയാണ്. ഇത് 3 കളേഴ്സിൽ അവൈലബിൾ ആണ്: ആംബർ യെല്ലോ, ഫ്രോസ്റ്റ് ബ്ലൂ ആൻഡ് ലക്സ് ഗ്രേ. മൂന്നും അടിപൊളി കളേഴ്സ് ആണെങ്കിലും ലക്സ് ഗ്രേ കുറച്ചുകൂടെ ഒരു പ്രീമിയം ടച്ച് വരുന്നുണ്ട്. ബിൽഡ് ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ ഗ്ലാസ് ബാക്കോട് കൂടി അലുമിനിയം ഫ്രെയിമോട് കൂടിയാണ് ഈ ഒരു മൊബൈൽ വരുന്നത്. സ്ലീക്ക് ഡിസൈൻ ആണ്. 189 ഗ്രാംസ് ആണ് ഈ ഒരു മൊബൈലിന് വരുന്നത്. എന്നാൽ ഇതിനകത്ത് ഒരു ഹ്യൂജ് ബാറ്ററിയും ഉണ്ട്. 7.89 mm തിക്നെസ് വരുന്നുണ്ട്. സോ ഇൻ ഹാൻഡ് ഫീൽ അടിപൊളിയായിരിക്കും. ഡ്യൂറബിലിറ്റി നോക്കുകയാണെങ്കിൽ IP68 ആൻഡ് IP69 റേറ്റിംഗ് വരുന്നുണ്ട്. സോ റെയിൻ ആൻഡ് ഡസ്റ്റ് എല്ലാം ഈസിലി ഈ ഒരു മൊബൈൽ ഹാൻഡിൽ ചെയ്യും. ഡിസ്പ്ലേയിലേക്ക് വരികയാണെങ്കിൽ 6.31 ഇഞ്ച് LTPO AMOLED ഡിസ്പ്ലേ വിത്ത് അഡാപ്റ്റീവ് 120 Hz റിഫ്രഷ് റേറ്റ് ആൻഡ് 5000 nits പീക്ക് ബ്രൈറ്റ്നസ്. സോ ഔട്ട്ഡോർ വിസിബിലിറ്റിയുടെ കാര്യത്തിൽ യാതൊരു ടെൻഷനും വേണ്ട. ഇതിൽ പ്രൈം വീഡിയോ ആൻഡ് നെറ്റ്ഫ്ലിക്സിൽ HDR സപ്പോർട്ട് ഉണ്ട്. സ്മാർട്ട് ടൈപ്പ് പ്രൊട്ടക്ഷൻ 2.0 വരുന്നുണ്ട്. ഷോർട്ട് സെൻസേഷൻ ഗ്ലാസ് പ്രൊട്ടക്ഷൻ ഉണ്ട്. ബെസൽസ് സൂപ്പർ തിൻ, അതുകൊണ്ട് തന്നെ ക്ലീൻ ആൻഡ് ഒരു മോഡേൺ ലുക്ക് ഈ ഒരു മൊബൈലിന് കിട്ടുന്നുണ്ട്. പെർഫോമൻസിലേക്ക് വരികയാണെങ്കിൽ ഈ ഒരു മൊബൈലിനകത്ത് വരുന്നത് MediaTek Dimensity 9300 പ്ലസ് ചിപ്സെറ്റ് ആണ്. അതുപോലെ തന്നെ അപ് ടു 16 GB LPDDR5X RAM വരുന്നുണ്ട്. 512 GB സ്റ്റോറേജ് വിത്ത് UFS 3.1. യെസ്, ഈ ഒരു ബഡ്ജറ്റിൽ UFS 4.0 തരാമായിരുന്നു. ആപ്സ് ആണെങ്കിലും മൾട്ടിടാസ്കിംഗ് ആണെങ്കിലും ഗെയിം ആണെങ്കിലും വലിയ ഹിക്കപ്സ് ഒന്നും ഇല്ലാതെ റൺ ചെയ്യുന്നുണ്ട്. സോ പെർഫോമൻസ് വൈസ് ഓക്കെ ആണ്. നിങ്ങളുടെ ഗെയിമിംഗ് എക്സ്പീരിയൻസ് കുറച്ചുകൂടെ അടിപൊളിയാക്കാനായിട്ട് 4D ഗെയിം വൈബ്രേഷൻ, മോഷൻ കൺട്രോൾ ആൻഡ് ബൈപാസ് ചാർജിങ്ങും ഈ ഒരു മൊബൈലിൽ വരുന്നുണ്ട്. ഹൈ ഗ്രാഫിക്സിൽ BGMI സ്റ്റേബിൾ ആയിട്ട് ഒരു 89 FPS തരുന്നുണ്ട്. COD 120 FPS തരുന്നുണ്ട്. ജെൻഷൻ ഇമ്പാക്ട് 60 FPS തരുന്നുണ്ട്. എന്നാൽ അൾട്രാ ഗ്രാഫിക്സ് ഉള്ള സെനാരിയോസിൽ ചെറുതായിട്ട് FPS ഡ്രോപ്പും ഉണ്ട്. നിങ്ങൾ ഇപ്പോഴും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എനിക്കൊരു ഫേവർ ചെയ്യാൻ പറ്റും. ജസ്റ്റ് ആ ലൈക്ക് ബട്ടൺ ഒന്ന് ഹിറ്റ് ചെയ്യും. ബിക്കോസ് നമ്മുടെ ചാനൽ ഗ്രോ ആകാൻ അത് വളരെയധികം സഹായിക്കും. ബാറ്ററിയിലേക്ക് വരികയാണെങ്കിൽ X200 FE വരുന്നത് 6500 mAh ബാറ്ററിയോട് കൂടിയാണ്. ഇത്രയും ചെറിയ മൊബൈലിൽ ഒരു മാസീവ് ബാറ്ററി വരുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. റെഗുലർ യൂസിൽ നിങ്ങൾക്ക് ഒരു 8 to 9 hours സ്ക്രീൻ ഓൺ ടൈം കിട്ടുന്നുണ്ടാവും. ഇതിന്റെ കൂടെ 90 വാട്ട്സ് ഫാസ്റ്റ് ചാർജർ വരുന്നുണ്ട്. 0 to 100% വിത്തിൻ 54 മിനിറ്റ്സിനകം ചാർജ് ആവും. ഫുൾ ഡേ യൂസേജിനെല്ലാം ഈ ഒരു ഫോൺ അടിപൊളിയായിരിക്കും. എന്നാൽ വയർലെസ് ചാർജിംഗ് ഓപ്ഷൻ ഇല്ല. ക്യാമറയിലേക്ക് വരികയാണെങ്കിൽ എന്നെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്ത ഒരു പാർട്ടാണ് ഇത്. ആ ക്യാമറ പ്ലേസ്മെന്റ് കാണുമ്പോൾ തന്നെ ഒരു പ്രീമിയം ഫീൽ കിട്ടുന്നുണ്ട്. 50 MP Sony IMX921 മെയിൻ സെൻസർ വിത്ത് OIS, 50 MP 3x പെരിസ്കോപ്പ് ടെലിഫോട്ടോ വിത്ത് OIS ആൻഡ് 8 MP അൾട്രാ വൈഡ് ആണ് ഇതിൽ വരുന്നത്. ഫ്രണ്ട് ക്യാമറയും 50 MP ആണ് വരുന്നത്. മെയിൻ സെൻസറിൽ നിന്ന് വരുന്ന ഫോട്ടോസ് എല്ലാം ഡീറ്റെയിൽഡ് ആൻഡ് നാച്ചുറൽ ആണ്. ബാലൻസ്ഡ് ആയിട്ടുള്ള കളേഴ്സ് ആൻഡ് ഡൈനാമിക് റേഞ്ച്. ലോ ലൈറ്റ് പെർഫോമൻസും സോളിഡ് ആണ്, എസ്പെഷ്യലി വിത്ത് ദാറ്റ് പെരിസ്കോപ്പ് ലെൻസ്. എന്നാൽ അൾട്രാ വൈഡ് ലെൻസിൽ കുറച്ച് കോൺട്രാസ്റ്റ് കൂടിയ പോലെ ഉണ്ടാവും, എന്നാലും ഡീസന്റ് ആണ്. വീഡിയോയിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് 4K 60 FPS മെയിൻ ടെലിഫോട്ടോ ആൻഡ് സെൽഫി ക്യാമിലൂടെ റെക്കോർഡ് ചെയ്യാം. ഇതിലുള്ള OIS, EAS എല്ലാം വീഡിയോനെ അൾട്രാ സ്റ്റഡി ആയിട്ട് വെക്കുന്നുണ്ട്. വിവോസ് കളർ സയൻസ് കാരണം കളർ ടോൺസും നാച്ചുറൽ ആണ്. സോ ബ്ലോഗിംഗ് ആൻഡ് കണ്ടന്റ് ക്രിയേഷനെല്ലാം പറ്റിയൊരു ഫോണാണ്. സോഫ്റ്റ്വെയർ ആൻഡ് UIയിലേക്ക് വരികയാണെങ്കിൽ ഈ ഒരു മൊബൈൽ വരുന്നത് ഫൺ ടച്ച് OS 15 ബേസ്ഡ് ഓൺ Android 15 ആണ്. 4 years ഓഫ് OS അപ്ഡേറ്റ് ആണ് വിവോ പ്രോമിസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ AI ക്യാപ്ഷൻ, സ്മാർട്ട് കോൾ അസിസ്റ്റന്റ് എന്നിങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാകും. UI ക്ലീൻ ആണ്, അനിമേഷൻസും സ്മൂത്ത് ആണ്. എന്നാൽ നിങ്ങൾക്ക് കുറച്ച് ബ്ലോട്ട് വെയർസ് കാണാൻ സാധിക്കും. നിങ്ങൾക്കത് അൺഇൻസ്റ്റാൾ ചെയ്യാനും സാധിക്കും. സോ ഫൈനൽ തോട്ട്സ്, നിങ്ങൾക്ക് പ്രീമിയം ഫീൽ തരുന്ന ഡിസൈൻ, പ്രീമിയം ഡിസ്പ്ലേ, എക്സലന്റ് ക്യാമറ, സീരിയസ് സ്പെക്സ്, ഗുഡ് ബാറ്ററി ഉള്ള ഒരു കോമ്പാക്ട് ഫ്ലാഗ്ഷിപ്പ് മൊബൈൽ വേണമെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഈ ഒരു മൊബൈൽ കണ്ണും പൂട്ടി എടുക്കാം. എന്നാൽ ഇതിന്റെ നെഗറ്റീവ്സ് കൂടെ പറയാം. UFS 4.0 സ്റ്റോറേജ് വരാമായിരുന്നു ഈ ഒരു ബഡ്ജറ്റിൽ. വയർലെസ് ചാർജിംഗ് വരാമായിരുന്നു. ആൻഡ് നോ eSIM USB 3.0 ആണ് ഇതിൽ വരുന്നത്. സോ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങളുടെ അഭിപ്രായം കമന്റ്സിൽ രേഖപ്പെടുത്തുക. ആൻഡ് ഇതുപോലുള്ള ഷോർട്ട് റിവ്യൂസിന് വേണ്ടി നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസ് റെഗുലർ ആയിട്ട് നിങ്ങളുടെ കയ്യിൽ എത്തിച്ചേരുള്ളൂ. സോ സീ യു സൂൺ വിത്ത് മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ ഫോർ നൗ.